ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു അവർ ചാനൽ സ്പൈസി ആൻഡ് പേസ്ട്രി. ഇന്ന് നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള പിസ്താഷ്യോ കപ്പ് കേക്ക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. കുട്ടികൾക്കും ഒക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിനു വേണ്ടി എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് എടുത്തതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് സീവ് ചെയ്ത് മാറ്റി വെക്കാം. അതിനുവേണ്ടി ഒരു അര കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ഇനി ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർക്കുന്നത്. നല്ലൊരു ടെക്സ്ചർ കിട്ടാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാലേ ബേക്കിംഗ് പൗഡറും ഉപ്പും എല്ലായിടത്തും ഒന്ന് ആയി കിട്ടത്തുള്ളൂ. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പിസ്ത പൗഡർ ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നനവോ ഒന്നും പാടില്ല. അപ്പോഴേ നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റായി ഫ്ലഫി ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് ഇതുപോലത്തെ പിസ്ത മിക്സാണ്. അപ്പം 1/4 ടീസ്പൂൺ പിസ്ത മിക്സോ അല്ലെങ്കിൽ പിസ്ത എസൻസ് എങ്കിലും ചേർത്താലും മതി. ഇനി അതിലേക്ക് ഒരു അര കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്ലഫി ആവുന്നതിന് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കുഴിഞ്ഞ പാത്രം എടുക്കുന്നെങ്കിൽ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഫ്ലാറ്റായിട്ടുള്ള പാത്രമൊക്കെ ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ അത്രയും ഫ്ലഫി ആയിട്ട് കിട്ടത്തില്ല. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഫ്ലഫി ആയിട്ട് പേൽ ഗ്രീനായിട്ട് മാറണം. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഒലീവ് ഓയിലാണ് എടുത്തേക്കുന്നത്. ഇനിയും ബീറ്റർ ലോ സ്പീഡിൽ വെച്ച് ജസ്റ്റ് ആ ഓയിൽ ഒന്ന് മിക്സ് ആവുന്നതിന് വരെ മാത്രം ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഓവർ ബീറ്റ് ചെയ്യണ്ട. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 ബാച്ചസ് ആയിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ബാച്ച് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജെൻറ്റിലായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ. ഇനി നമുക്ക് സെക്കൻഡ് ബാച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഏറ്റവും അവസാനം തേർഡ് ബാച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെയും മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ബാറ്റർ കുറച്ച് തിക്കായിട്ടാണ് തോന്നിക്കുന്നതെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർക്കാം. ഇവിടെ എനിക്ക് ആവശ്യം വന്നില്ല. മുട്ടയുടെ വലുപ്പം അനുസരിച്ച് ചെറിയ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നേക്കും. ഇനി ഞാനിവിടെ ഒരു സ്പാച്ചുലയും യൂസ് ചെയ്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതുപോലത്തെ തിക്കായിട്ടുള്ള കപ്പ് കേക്ക് ലൈനേഴ്സാണ് എടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കപ്പ് കേക്ക് ഉണ്ടാക്കുമ്പോഴോ കേക്ക് ഉണ്ടാക്കുമ്പോഴോ ഒരിക്കലും നമ്മൾ ടിന്നോ അല്ലെങ്കിൽ ഈ കപ്പ് കേക്ക് ലൈനേഴ്സ് ഫുള്ളായിട്ട് ഒഴിക്കാൻ പാടില്ല. ഓൺലി ഹാഫ് വരെ ഫിൽ ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ ബേക്കായി കഴിയുമ്പോൾ ഇങ്ങനെ ഓവർഫ്ലോ ആയിട്ട് ഒരു ഷേപ്പ്ലെസ് ആയിട്ട് മാറും. ഇനി ഇവിടെ ഞാൻ പിസ്ത ഗ്രേറ്റ് ചെയ്തത് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ക്രഷ് ചെയ്തെടുത്താലും മതിയാവും. ഇനി ആ ടോപ്പ് പോർഷനിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 160 or 165 ഡിഗ്രീസിൽ 25 മിനിറ്റ്സ് വെക്കാം. അപ്പം ഓരോ ഓവൻ്റെ ടൈം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഓവൻ്റെ ടൈം അനുസരിച്ച് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ കംപ്ലീറ്റായി ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ക്യൂർ വെച്ചൊക്കെ ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഒന്നും പറ്റിപ്പിടിച്ചിട്ടില്ലെങ്കിൽ ബേക്കായി എന്നാണ് അതിൻ്റെ അർത്ഥം. അഥവാ അതേ പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് ബേക്ക് ചെയ്യാൻ വെച്ചാൽ മതിയാവേ. ഇപ്പോൾ എല്ലാ വീഡിയോസിലും പറയാറുള്ള പോലെ തന്നെ കേക്കൊക്കെ നമുക്ക് നെക്സ്റ്റ് ഡേയ്ക്കാണ് ടേസ്റ്റ് കൂടുതലും തോന്നിക്കുന്നത് ബേക്ക് ചെയ്യുന്ന ദിവസത്തെക്കാട്ടിലും. അപ്പോൾ ഇതേ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പിസ്താഷ്യോ കപ്പ് കേക്ക്സ് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഇവിടെ ഇനി ഞാൻ ഒരെണ്ണം പൊളിച്ച് കാണിച്ചു തരാം. അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട്. നല്ല ലൈറ്റ് ഗ്രീൻ കളറിലൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ മുറിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ടെക്സ്ചറാണ്, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.